ഓരോ ശ്വാസം എടുക്കുമ്പോഴും എണ്ണം. അങ്ങനെ 20 ശ്വാസം കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ സ്റ്റോപ്പ്. യെസ്. വർക്കൗട്ട് ഒരു അടിപൊളി ബോഡി ബിൽഡ് ചെയ്യണം, നല്ല ഹെൽത്തി ആവണം, മസിൽസൊക്കെ ബിൽഡ് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം, നല്ല ഫിസിക്കലി ഫിറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ടിനെയും എക്സസൈസിനെയും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ മലമറിക്കും വിചാരിച്ചിട്ട് പോകരുത്. നമ്മളെ കപ്പാസിറ്റി നേരെ പോയിട്ട് ഒരു എക്സസൈസ്, ഒരൊറ്റ എക്സസൈസ് ഫിക്സ് ചെയ്യുക. പുഷപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് എവിടെ വന്നാലും ചെയ്യാൻ പറ്റും. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ റെപ്പറ്റീഷൻ ഏതാ? വൺ പുഷപ്പ് റൂൾ തന്നെ ഉണ്ട്. അതായത് നമുക്ക് ഈ എക്സസൈസ് ഒരു ഹാബിറ്റ് ആക്കലാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഒരു 100 പുഷപ്പ് തന്നെയാണ് ഒരു 4 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഇന്നെ ഒരു 10 പുഷപ്പ് ചെയ്യണം, നാളെ 15 ആക്കണം, മറ്റന്നാൾ 20 ആക്കണം. ഞാൻ മാക്സിമം പുഷ് ചെയ്യും, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഡെയിലി ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. അത് മുന്നോട്ട് പോകില്ല. ഓക്കെ, കാരണം എല്ലാ ദിവസവും വേദനയായിരിക്കും. എല്ലാ ദിവസവും മസിൽ ഫൈബർ റാപ്ചറായിട്ട് അതിൻ്റെ വേദനയും ആ സോറൊക്കെ ഉണ്ടാവും. സോ പിറ്റേ ദിവസം 10 ഉള്ളത് 15 ആക്കാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ ആക്കി പോയാലും നമ്മൾ വിചാരിച്ച ഗ്രോത്ത് ഉണ്ടാവില്ല. പകരം എന്ത് ചെയ്യണം? നമ്മളൊരു ഹാബിറ്റ് ഉണ്ടാക്കണം. എന്താണ് ഹാബിറ്റ്? എല്ലാ ദിവസവും ഒരു പുഷപ്പ് ചെയ്യുന്നു വിചാരിക്കുക. മിനിമം 1. നമ്മുടെ കപ്പാസിറ്റി 10 ആയിരിക്കും കേട്ടോ. നമുക്ക് 10 ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. 10 കഴിയുമ്പോഴാണ് നമ്മൾ ഏകദേശം നമ്മളെ ഫുൾ സ്ട്രെങ്ത് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു, എനർജി ഒക്കെ തീർന്ന് മസിൽസൊക്കെ പാരലൈസ്ഡ് എഫക്റ്റ് ഒക്കെ വരും. അതുവരെ കാത്തിരിക്കുക. ഫസ്റ്റ് ദിവസം വെയിക്കിങ് ചെയ്യുക, പക്ഷേ മിനിമം 1 ചെയ്യാൻ വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് എന്നും ആ 1 ചെയ്യുക. പറ്റുമെങ്കിൽ 10 ചെയ്യുക. ഇപ്പോൾ ടൈം ഉണ്ട്, എനർജി ഉണ്ട്, എല്ലാം ഉണ്ട്, അപ്പോൾ 10 ചെയ്യുക. ടൈമില്ല, എനർജി ഇല്ല, അങ്ങനത്തെ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും 1 ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഇതേപോലെ ഫ്രീ ആയിട്ട് കൊള്ളാമെന്നില്ലല്ലോ. അപ്പോൾ വർക്കാണെന്നുണ്ടെങ്കിൽ വർക്ക് ഉണ്ടാവും, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾക്ക് പോകേണ്ടി വരും, കോളേജിലേക്ക് പോകേണ്ടി വരും. അപ്പോഴൊക്കെ ടൈം കിട്ടാത്തൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ദിവസം നേരെ വൈകി എണീറ്റാൽ അപ്പോഴൊക്കെ ഇതിൻ്റെ ഇടയിൽ 10 പുഷപ്പ് ചെയ്യുക, ഈ സ്യൂട്ടൊക്കെ മാറ്റുക, ജിമ്മിൻ്റെ സ്യൂട്ടിലേക്ക് മാറുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുഷപ്പ് ചെയ്യുക. ടൈമില്ലെങ്കിൽ ഒരു പുഷപ്പ്, എനർജി ഇല്ലെങ്കിൽ ഒരു പുഷപ്പ്. നമ്മൾ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 10 ആണ്. 10 ചെയ്യാൻ പറ്റുമെങ്കിൽ 10 ചെയ്യുക. 10 മേലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത് എൻ്റെ മേലേക്കും പോവുക. ഓക്കെ, മിനിമം 1. അങ്ങനെ മിനിമം എന്നും എല്ലാ ദിവസവും 1 ചെയ്യുക. എന്നിട്ട് എന്നിട്ടോ നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ആവും. എന്നും പുഷപ്പ് ചെയ്യാനുള്ളൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. എന്നും പുഷപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷേ മിനിമം എത്രയാണ്? 1. ഒരു 10 ദിവസം കഴിയുമ്പോൾ മിനിമം ഒരു 5 ആക്കുക. കാരണം മിനിമം 1 ചെയ്തു, ചില ദിവസം 10 ചെയ്തു, ചില ദിവസം 9 ചെയ്തു, ചില ദിവസം 8 ചെയ്തു, ചില ദിവസം 11 ചെയ്തു, ചില ദിവസം 15 ചെയ്തു, ചില ദിവസം 20 ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് 10 നിന്ന് 15 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് 1 ആയിരുന്നല്ലോ. ആ 1 തീരെ ഇരല്ലാതായിട്ട് മാറും. 1 മിനിമം. ഏത് സിറ്റുവേഷനിലും ഒരു 3 ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഏത് സിറ്റുവേഷനിലും, എനർജി ഇല്ലാത്ത സിറ്റുവേഷനിലും 3 ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് പോകാം. അപ്പോൾ ആ മിനിമം എമൗണ്ട് ഉണ്ടല്ലോ, അത് റേസ് ചെയ്തിട്ട് എന്താക്കുക? 1 എന്നുള്ളത് ഒരു 3 ആക്കുക. അപ്പോൾ മിനിമം 3. ഓക്കെ, 3 എന്തായാലും ചെയ്തിരിക്കും.